മുഖ്യമന്ത്രി ചർച്ചകൾ ഇപ്പോൾ പുരോഗമിക്കുകയാണ്. ഇതുവരെ ആരാണ് മുഖ്യമന്ത്രി എന്ന കാര്യത്തിൽ വ്യക്തമായിട്ടുള്ള തീരുമാനം വന്നിട്ടില്ല. അതിനിടയിൽ ഇപ്പോൾ മറ്റു ചില വാർത്തകളാണ് പുറത്തു വരുന്നത്. ഇന്നലെ AICCയിൽ ചേർന്ന യോഗത്തിൽ മുഖ്യമന്ത്രി ആരാകണമെന്ന MLA മാരോട് അഭിപ്രായം ചോദിച്ചിരുന്നു. അതിൽ KCCC അധ്യക്ഷൻ സണ്ണി ജോസഫ് തുടങ്ങി സന്ദീപ് വാര്യർ വരെ പിന്തുണയ്ക്കുന്നത് KC വേണുഗോപാലിനെയാണ്. അതുപോലെ തന്നെ 47 പേരുടെ പിന്തുണയാണ് അദ്ദേഹം അവകാശപ്പെടുന്നത്. അപ്പോൾ KC തന്നെയായിരിക്കും അടുത്ത മുഖ്യമന്ത്രി. കഴിഞ്ഞ 10 വർഷത്തെ പിണറായി ഗവൺമെൻറ്റിൻ്റെ തുടർഭരണം അവസാനിപ്പിച്ചുകൊണ്ട് കോൺഗ്രസ് ഐതിഹാസികമായിട്ടുള്ളൊരു വിജയം നേടി അധികാരത്തിലെത്തുമ്പോൾ അതൊരു പക്ഷേ അത്ര പ്രയാസകരമായിട്ടുള്ളൊരു പ്രക്രിയ ആയിരുന്നില്ല ആ ഒരു തെരഞ്ഞെടുപ്പ് വിജയം എന്ന് പറയുന്നത്. പക്ഷേ ഏറ്റവും വലിയ അനിശ്ചിതത്വം ഇപ്പോഴും തുടരുന്നത് കേരളത്തിലെ അടുത്ത കോൺഗ്രസ് മുഖ്യമന്ത്രി ആരാണെന്ന ചോദ്യത്തിനാണ്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ VD സതീശൻ പക്ഷം, KC വേണുഗോപാൽ പക്ഷം, രമേശ് ചെന്നിത്തല പക്ഷം, അങ്ങനെ 3 കോൺഗ്രസ് നേതാക്കളുടെ അനുയായികളൊക്കെ തെരുവിലും അതോടൊപ്പം തന്നെ പാർട്ടി കേന്ദ്രങ്ങളിലുമൊക്കെ അവരുടെ നേതാക്കൾ മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് വരണം എന്നുള്ളൊരു ആവശ്യവുമായി പരസ്യ പ്രതികരണങ്ങളൊക്കെ നടത്തുന്ന കാഴ്ചകൾ കണ്ടു. അപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രി ആരാണെന്നുള്ള ഔദ്യോഗിക തീരുമാനത്തിനായി കാത്തിരിക്കുകയാണ്, ഔദ്യോഗിക പ്രഖ്യാപനത്തിനായിട്ട് കാത്തിരിക്കുകയാണ്. കഴിഞ്ഞ ദിവസമാണ് AICC നിരീക്ഷകരായിട്ടുള്ള അജയ് മാക്കൻ അതോടൊപ്പം തന്നെ മുകുൾ വാസ്നിക് ഇവർ രണ്ടുപേരും തിരുവനന്തപുരത്തെത്തി ഇന്ദിരാഭവനിൽ ഓരോ MLA-മാരെയും നേരിട്ട് കണ്ട് അവർ പിന്തുണയ്ക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി ആരാണെന്ന് ചോദിച്ചറിഞ്ഞ് ഇവരുടെ അഭിപ്രായം തേടുക എന്നൊരു പ്രക്രിയയ്ക്ക് വേണ്ടിയാണ് അജയ് മാക്കനും മുകുൾ വാസ്നിക്കും ഇക്കഴിഞ്ഞ ദിവസം ഇന്ദിരാഭവനിലെത്തി അവിടെ തുടരുകയാണ്. ഇന്ന് അവർ ഡൽഹിയിലേക്ക് തിരിച്ചുപോയി AICC പ്രസിഡന്റിനെ കാണുന്നു. തുടർന്ന് ഡൽഹിയിൽ നിന്നാണ് ഔദ്യോഗികമായിട്ട് മുഖ്യമന്ത്രി ആരാണെന്നുള്ള ഒരു സ്ഥിരീകരണം ഈ ഞായറാഴ്ച ഉണ്ടാകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ട് VD സതീശൻ എന്ന് പറയുന്ന കേരളത്തിലെ ഇലക്ഷൻ നയിച്ച കോൺഗ്രസിനെ മുന്നോട്ട് കൊണ്ടുപോയ നേതാവ് എല്ലാവരും VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന് പ്രതീക്ഷിച്ചയിടത്ത് ഇപ്പോൾ കടുത്ത മത്സരമാണ് KC വേണുഗോപാലും അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയും മുന്നോട്ട് വെക്കുന്നത്. അതെ, ഇതിനിടെ VD തന്നെ പറഞ്ഞിട്ടുണ്ട് മുഖ്യമന്ത്രി സ്ഥാനം അല്ലെങ്കിൽ മറ്റൊരു സ്ഥാനത്തേക്കും. അതെ, അങ്ങനെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു ഘട്ടം കൂടി ഉണ്ടായിട്ടുണ്ട്. കാരണം VD സതീശൻ മുഖ്യമന്ത്രിയാകുമെന്ന പ്രതീക്ഷയിലാണ് കേരളത്തിലെ ഓരോ കോൺഗ്രസ് പ്രവർത്തകനും ഒരുപക്ഷെ കോൺഗ്രസിന്റെ വിജയത്തിന് വേണ്ടി രാപ്പകൽ പ്രവർത്തിച്ചത്, അധ്വാനിച്ചത്. പക്ഷേ അധ്വാനിച്ചവനും അധ്വാനിച്ച് അങ്ങനെ കോൺഗ്രസിനെ 102 സീറ്റുകൾ എന്ന് പറയുന്ന ഐതിഹാസികമായൊരു വിജയത്തിലേക്ക് നയിച്ചതിന് ശേഷം VD സതീശനെ പരമാവധി തിരസ്കരിക്കപ്പെടുന്ന ഒരു പ്രവണതയാണ് ഇപ്പോൾ കാണുന്നത്. അതിൻ്റെ കാരണമെന്ന് പറയുന്നത് KC വേണുഗോപാലിൻ്റെ സാന്നിധ്യമാണ്. കാരണം അദ്ദേഹത്തെക്കുറിച്ച് നമുക്കറിയാം, 2024 ആലപ്പുഴയിൽ നിന്ന് മത്സരിച്ച് വിജയിച്ച ലോക്സഭാംഗമാണ്. പക്ഷേ അദ്ദേഹം ഈ നിയമസഭയുടെ ഭാഗമല്ല. അങ്ങനെ വരുമ്പോൾ ഈ MLA-മാരുടെ പിന്തുണ ആ ഒരു മത്സരത്തിലേക്ക് KC വരുന്നതും യാദൃച്ഛികമായിട്ടില്ല. കാരണം അദ്ദേഹം ഒരിക്കൽ പോലും മുഖ്യമന്ത്രി സ്ഥാനത്തേക്ക് ഞാനില്ല എന്നൊരു പരസ്യ പ്രതികരണം നടത്താൻ തയ്യാറായിട്ടില്ല. ഒരു പക്ഷേ അദ്ദേഹം അങ്ങനെ പറഞ്ഞിരുന്നുവെങ്കിൽ ഇപ്പോഴുള്ള ഈ ഒരു സാഹചര്യം പോലും ഉണ്ടാകില്ലായിരുന്നു. കാരണം KC പറയുന്നു ഞാൻ മുഖ്യമന്ത്രി സ്ഥാനത്തേക്കില്ല, ബാക്കിയുള്ള 2 പേരെ മാത്രം പരിഗണിച്ചു കൊള്ളുക എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ ഈ ഒരു സാഹചര്യം ഉണ്ടാകില്ല. കാരണം ആ 2 മത്സരം ഒരുപക്ഷേ രമേശ് ചെന്നിത്തല, VD സതീശൻ എന്ന് പറയുന്ന 2 നിയമസഭാ സാമാജികരിലേക്ക് മാത്രം ചുരുങ്ങുമായിരുന്നു. പക്ഷേ KC ആ ഒരു അഭ്യൂഹങ്ങളെ തള്ളാൻ തയ്യാറായില്ല എന്നുള്ളത് കൊണ്ട് കൂടിയാണ് ഈ ഒരു മത്സരം ഇപ്പോൾ സജീവമാകുന്നത്, ഈ 3 പേർ തമ്മിലുള്ള മത്സരം വരുന്നത്. ഈ കഴിഞ്ഞ ദിവസം ഈ തിരുവനന്തപുരത്ത് ഇന്ദിരാഭവനിലെത്തിയ AICC നിരീക്ഷകനായിട്ടുള്ള മുകുൾ വാസ്നിക് അദ്ദേഹം പുറത്തേക്ക് ഇറങ്ങുന്ന സമയത്ത് ഇന്ത്യൻ എക്സ്പ്രസിൻ്റെ ഫോട്ടോഗ്രാഫറായിട്ടുള്ള BP ദീപു അദ്ദേഹം പകർത്തിയ ഒരു ചിത്രം, ആ ചിത്രം എന്ന് പറയുന്നത് മുകുൾ വാസ്നിക്കിൻ്റെ കയ്യിൽ ഒരു പേപ്പർ ഇരിക്കുന്നു. ആ പേപ്പറിൽ MLA-മാരുടെ പേരെഴുതിയിട്ടുണ്ട്, അവരുടെ പ്രിഫറൻസ്, അവരുടെ ഫോൺ നമ്പരും അവരുടെ പ്രിഫറൻസ്. അതായത് MLA-മാർ ആർക്ക് വേണ്ടി മുഖ്യമന്ത്രിയായിട്ട്, അവരുടെ മുഖ്യമന്ത്രിയായിട്ട് ആര് വരണമെന്ന ആഗ്രഹമാണ് ഉള്ളതെന്ന വരിയിൽ ഒരു TC ദിക്കുണ്ട്, സന്ദീപ് വാര്യരുണ്ട്, IC ബാലകൃഷ്ണനുണ്ട്, സണ്ണി ജോസഫ് ഉണ്ട്. അങ്ങനെ ഒരു 10ഓളം നേതാക്കളുടെ പട്ടികയാണ് ആ ഒരു ദൃശ്യത്തിൽ കാണാൻ സാധിക്കുന്നത്. ഈ ദൃശ്യങ്ങളിൽ ഇവരെല്ലാവരും ഐക്യകണ്ഠേന ഏകദേശം ഒരാൾ പോലും VD സതീശന് അനുകൂലമായിട്ട് വന്നിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും ഞെട്ടിപ്പിക്കുന്ന കാര്യം. അതോടൊപ്പം തന്നെ രമേശ് ചെന്നിത്തലയ്ക്ക് അനുകൂലമായിട്ട് ഒരാൾ മാത്രം പറയുന്നു. അതേസമയം ബാക്കിയുള്ള ബഹുഭൂരിപക്ഷവും KC വേണുഗോപാൽ എന്ന് പറയുന്ന നിയമസഭയിൽ അംഗമല്ലാത്ത ലോക്സഭാംഗത്തിന് വേണ്ടി വാദിക്കുന്ന ഒരു കാഴ്ചയാണ് സംസ്ഥാന രാഷ്ട്രീയത്തിൽ കാണുന്നത്. അതുകൊണ്ട് തന്നെയാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ആരെന്ന തർക്കം ഇപ്പോഴും അന്തരീക്ഷത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. KC വേണുഗോപാൽ നമുക്കറിയാം, അദ്ദേഹത്തിൻ്റെ ജന്മം കൊണ്ട് കണ്ണൂരുകാരനാണെങ്കിലും കർമ്മം കൊണ്ട് അദ്ദേഹം ഒരു ആലപ്പുഴക്കാരനാണ്. കാരണം 1996, 2001, 2006 അങ്ങനെ 3 തവണ ആലപ്പുഴ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ നിന്ന് 3 തവണ നിയമസഭയിലേക്ക് പോയ ഒരു നേതാവാണ് അദ്ദേഹം. അതിനുശേഷം പിന്നീട് പാർലമെൻറ്റ് മത്സരത്തിലേക്ക് മാറുന്നു. 2009, 2014 അങ്ങനെ ആലപ്പുഴയിൽ നിന്ന് ജയിക്കുന്നു. അതിനുശേഷം 2019 ലോക്സഭാംഗമാകാൻ താല്പര്യമില്ലാതിരുന്ന KC വേണുഗോപാൽ രാജസ്ഥാനിൽ നിന്നുള്ള രാജ്യസഭാംഗമാകുന്നു. അതിനുശേഷം 2019 അദ്ദേഹം
രാജ്യസഭാംഗമാകുന്നത്. അങ്ങനെ വീണ്ടും അദ്ദേഹം സംസ്ഥാനത്തിലെ പാർലമെന്ററി രാഷ്ട്രീയത്തിലേക്ക് തിരിച്ചെത്തുന്നത് 2024 കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിലാണ്. ആലപ്പുഴയിൽ ശോഭാ സുരേന്ദ്രൻ, എ ആരിഫ് എന്ന് പറയുന്ന 2 എതിർ സ്ഥാനാർത്ഥികൾ മുന്നോട്ട് വെച്ച് കടുത്ത മത്സരത്തെ അതിജീവിച്ചുകൊണ്ട് 19 MLA MP ജയിപ്പിച്ചെടുത്ത ആ ഒരു ഇലക്ഷനിൽ KC വേണുഗോപാലിന്റെ പങ്ക് നിസ്സാരമല്ല. പക്ഷേ സംസ്ഥാന രാഷ്ട്രീയത്തിൽ VD സതീശൻ എന്ന ഒറ്റ കേന്ദ്രത്തെ അല്ലെങ്കിൽ ഒറ്റ നേതാവിനെ കേന്ദ്രീകരിച്ചിരിക്കുന്ന ഒരു ഇലക്ഷൻ ക്യാമ്പയിനാണ് കഴിഞ്ഞ ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി അധികാരത്തിൽ വന്നൊരു തെരഞ്ഞെടുപ്പിൽ, അതായത് VS അച്യുതാനന്ദനെ ക്യാമ്പയിനുകളിലെല്ലാം ഉൾപ്പെടുത്തി VS അച്യുതാനന്ദനാണ് ഒരു മുഖ്യമന്ത്രി എന്നൊരു പ്രതീതി ഉണർത്തിക്കൊണ്ട് പിന്നീട് പിണറായി അധികാരത്തിൽ വരുന്നു, VS അച്യുതാനന്ദനെ തഴയുന്നു. അത്തരമൊരു സാഹചര്യം ഇപ്പോൾ കോൺഗ്രസിൻ്റെ കാര്യത്തിലും സംഭവിച്ചിരിക്കുകയാണ്. കാരണം ഇനി KC വേണുഗോപാലാണ് ഇത്തരത്തിൽ മുഖ്യമന്ത്രിയായിട്ട് വരികയെങ്കിൽ തീർച്ചയായിട്ടും 2 ഉപതെരഞ്ഞെടുപ്പുകളെയാണ് കോൺഗ്രസ് അഭിമുഖീകരിക്കേണ്ടി വരിക. അതിൽ KPCC പ്രസിഡന്റിൻ്റെ അടക്കം സ്വാധീനം, KPCC പ്രസിഡന്റ് അടക്കം മുന്നോട്ട് വയ്ക്കുന്ന മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി എന്ന് പറയുന്നത് KC വേണുഗോപാലാണ്. ആ ഒരു റേസിൽ KC വേണുഗോപാൽ പുറത്തല്ല എന്നുള്ള പരസ്യ നിലപാടാണ് KPCC അധ്യക്ഷനായിട്ടുള്ള സണ്ണി ജോസഫ് അടക്കം മുന്നോട്ട് വയ്ക്കുന്നത്. അദ്ദേഹം ഉദാഹരണമായിട്ട് ചൂണ്ടിക്കാണിക്കുന്നത് 1969 നവംബർ 1-ാം തീയതി കേരളത്തിൻ്റെ ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി അധികാരത്തിലേറ്റ C അച്യുതമേനോൻ. അദ്ദേഹം അധികാരത്തിലെത്തുമ്പോൾ അദ്ദേഹം രാജ്യസഭാ MP ആയിരുന്നു. പക്ഷേ അദ്ദേഹം പിന്നീട് മത്സരിച്ച് ജയിക്കാനുണ്ടായത്. പക്ഷേ അത്തരമൊരു സാഹചര്യത്തിലേക്കാണ് കേരളത്തിലെ രാഷ്ട്രീയം ഇപ്പോൾ പോകുന്നത്. തീർച്ചയായിട്ടും ഈ ചർച്ചകളൊക്കെ നടക്കുന്ന വേളയിൽ തന്നെ നമുക്ക് സോഷ്യൽ മീഡിയ നോക്കുമ്പോൾ കാണാൻ പറ്റും, KC ഇനി മത്സരിക്കുകയാണെങ്കിൽ ജനങ്ങൾ തോൽപ്പിക്കുമെന്ന രീതിയിലാണ് ഭൂരിഭാഗം പേരും തങ്ങളുടെ അഭിപ്രായം രേഖപ്പെടുത്തുന്നത്. സാധാരണഗതിയിൽ കോൺഗ്രസ് ഏറ്റവും അധികം പ്രതിസന്ധി നേരിടുന്ന ഒരു കാലഘട്ടം എന്ന് പറയുന്നത് ഇലക്ഷൻ്റെ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലാണ്. പക്ഷേ ഇത്തവണ ഈ സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളൊക്കെ വളരെ നന്നായി തന്നെ മുന്നോട്ട് പോയി. തർക്കങ്ങളൊക്കെ ഒരു പരിധിവരെ ഉണ്ടായിട്ടില്ല. പലതരത്തിൽ വിമതശല്യം ഉണ്ടാകാറുള്ള കോൺഗ്രസ് ഇത്തവണ മങ്കട, കരുനാഗപ്പള്ളി പോലുള്ള ഏതാനും ചില മണ്ഡലങ്ങളിൽ മാത്രമാണ് ഒരു വിമത ശൈല്യം എന്ന് പറയാൻ പറ്റുക. പക്ഷേ അതൊന്നും കോൺഗ്രസിൻ്റെ വിജയത്തെ കാര്യമായിട്ട് ബാധിച്ചതുമില്ല. പക്ഷേ അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ എല്ലാ പ്രതിസന്ധികളും പ്രശ്നങ്ങളും പാർട്ടിക്കുള്ളിൽ ചർച്ച ചെയ്ത് പരിഹരിച്ചൊരു തെരഞ്ഞെടുപ്പിനെ നേരിട്ട് കോൺഗ്രസ് 102 എന്ന് പറയുന്ന വലിയൊരു സീറ്റ് നിലയിൽ അധികാരത്തിലെത്തുമ്പോൾ ഈ വരുന്ന ഒരു തർക്കങ്ങൾ, മുഖ്യമന്ത്രി സ്ഥാനത്തെക്കുറിച്ചുള്ള തർക്കങ്ങളൊക്കെ കോൺഗ്രസിൻ്റെ ഭാവി കൂടി അവതാളത്തിലാക്കിയാണ്. അതിൻ്റെ കാരണം എന്ന് പറയുന്നത് കോൺഗ്രസിൽ വിശ്വാസമുണ്ട്. അതുകൊണ്ട് തന്നെ കോൺഗ്രസിൻ്റെ VD സതീശൻ്റെ നേതൃത്വത്തെ ആളുകൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിലടക്കം ഈ 3 നേതാക്കൾക്കുമായി നടക്കുന്ന പിടിവലികൾ അതൊരു പക്ഷേ ജനങ്ങളുടെ വികാരത്തെ എല്ലാ നേതാക്കൾക്കും അവരുടേതായ അവസ്ഥ തന്നെ എല്ലാ നേതാക്കൾക്കും അവരുടേതായ PR ഏജൻസികളുണ്ട്. അപ്പോൾ ഇവർ ഏർപ്പാടാക്കുന്ന ആളുകൾ അവർക്ക് വേണ്ടിയിട്ടുള്ള ക്യാമ്പയിനുകൾ സാമൂഹിക മാധ്യമങ്ങളിൽ സജീവമായിട്ട് നിർത്തുന്നു. നമ്മളൊരു നിഷ്കളങ്കരായിട്ടുള്ള ആളുകൾ ചിന്തിക്കും ഇതൊരു പക്ഷേ ജനവികാരം ഇതാണ്. പക്ഷേ ജനവികാരത്തെ അട്ടിമറിക്കാൻ തക്ക സാധ്യതയുള്ള PR ഏജൻസികൾ നമ്മുടെ കേരളത്തിൽ പ്രവർത്തിക്കുന്നുണ്ട്. അതിൻ്റെ അടയാളമാണ് ഈ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ കാണുന്നത്. ഈ KC വേണുഗോപാൽ മത്സരത്തിലേ ഇല്ലാത്ത KC വേണുഗോപാലിനായിട്ടൊരു പക്ഷം വരുന്നു. അതായത് നിയമസഭയിൽ മത്സരിച്ച് ജയിച്ചിട്ടില്ലാത്ത KC വേണുഗോപാലിനായിട്ടൊരു പക്ഷം വരുന്നു. VD സതീശനായിട്ട് വളരെ വലിയൊരു പ്രബലമായൊരു ജനപക്ഷമാണ് അദ്ദേഹത്തിനുള്ളത്. കാരണം MLA പിന്തുണ ഇല്ലെങ്കിൽ പോലും ജനങ്ങൾ, അതായത് കോൺഗ്രസ് പ്രവർത്തകർ, ഈ നേതൃത്വത്തിലോ അധികാരത്തിലോ ഇല്ലാത്ത സാധാരണയായിട്ടുള്ള കോൺഗ്രസ് പ്രവർത്തകർ VD സതീശൻ്റെ നേതൃത്വം അംഗീകരിച്ചവരാണ്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ VD സതീശൻ മുഖ്യമന്ത്രിയായി വരണമെന്ന് അവരാഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ അതിനെയെല്ലാം മറികടന്നാണ്, അതായത് നേതൃത്വം ഒരു വഴിക്ക് ചിന്തിക്കുന്നു, സാധാരണക്കാരായ പാർട്ടി പ്രവർത്തകരുടെ വികാരങ്ങൾ മാനിക്കാതെ കോൺഗ്രസ് നേതൃത്വം ഐക്യകണ്ഠേന ഒരു തീരുമാനം, അതായത് VD സതീശന് പകരമായി രമേശ് ചെന്നിത്തലയോ KC വേണുഗോപാലോ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായാൽ, ഇപ്പോൾ VD സതീശൻ നിലപാടെടുത്തിരിക്കുന്നത് അദ്ദേഹം മുഖ്യമന്ത്രിയായിട്ടല്ല എങ്കിൽ കേരളത്തിൻ്റെ നിയമസഭയിൽ ഒരു മന്ത്രിയായിട്ട് അദ്ദേഹം കാണില്ല, MLA ആയിട്ട് തുടരുമെന്നാണ്. കാരണം അത്രയധികം അവഗണനകളെ നേരിട്ടുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് കാണുന്ന ഒരു നിലയിലേക്ക് എത്തിയത്. കാരണം കഴിഞ്ഞ പലതവണ അദ്ദേഹം പറവൂരിലെ ഇടതുപക്ഷത്തിൻ്റെ വലിയ കോട്ടയായ പറവൂരിൽ പലതവണ ഒരു 2 ദശാബ്ദങ്ങളായി അവിടെ നിന്ന് ജയിച്ചു വരുന്ന ഒരു MLA ആണ്. KPCCയുടെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ മറ്റ് യുവജന സംഘടനകളുടെ, കോൺഗ്രസിൻ്റെ നേതൃത്വത്തിൻ്റെ ഒക്കെ തലപ്പത്തേക്ക് വരാനുള്ള സാധ്യതകളൊക്കെ മുന്നിൽ നിൽക്കെ അതിലൊക്കെ അവഗണിക്കപ്പെട്ട VD സതീശൻ ഇത്തവണയെങ്കിലും അദ്ദേഹം മനസ്സുകൊണ്ട് ആഗ്രഹിക്കുന്നുണ്ട് ആ ഒരു മുഖ്യമന്ത്രി സ്ഥാനം. പക്ഷേ ഇപ്പോൾ അദ്ദേഹത്തിന് മുന്നിൽ പ്രതിസന്ധികൾ പാർട്ടിക്കുള്ളിലെ പല പ്രശ്നങ്ങളാണ്. ഇപ്പോൾ സമുദായമായിട്ട് നോക്കിയാൽ പോലും KC വേണുഗോപാലിന് അനുകൂലമാണ് കേരളത്തിലെ സമുദായ സമവാക്യങ്ങൾ എന്ന് പറയുന്നത്. കാരണം വെള്ളാപ്പള്ളിയോട് SNDP നേതൃത്വത്തോട് അടുത്ത് നിൽക്കുന്ന ഒരു നേതാവാണ് KC വേണുഗോപാൽ. അതുപോലെ തന്നെ പെരുന്നയിൽ NSSൻ്റെ നേതൃത്വത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന നേതാവാണ് KC വേണുഗോപാൽ. പക്ഷേ VD സതീശൻ ഈ 2
പ്രബലമായ സമുദായ സംഘടനകളെയും വെറുപ്പിച്ച് മുന്നോട്ട് പോകുന്ന അവരുടെ വർഗീയ രാഷ്ട്രീയത്തോട് പ്രീണന രാഷ്ട്രീയത്തോട് മുഖം തിരിച്ച് തൻ്റെ നിലപാടുകളിൽ വെള്ളം ചേർക്കാത്ത ഒരു നേതാവാണ് വി ഡി സതീശൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു സമുദായ സംഘടനകൾക്ക് അദ്ദേഹത്തോട് വൈരാഗ്യം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. ഇലക്ഷന് ശേഷവും പലപ്പോഴും ഈ രണ്ട് സമുദായ സംഘടനകളുടെ നേതാക്കൾ അവരുടെ അതിർത്തി സതീശനോട് പരസ്യമാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരൊക്കെ വളർത്തിക്കൊണ്ടുവന്ന നേതാവല്ല, സതീശനെ ജനങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന നേതാവാണ് എന്നൊരു ധാരണ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിനുണ്ടാവണം. അതിൻ്റെ കാരണം നമുക്ക് മുന്നിൽ പല കാരണങ്ങളുണ്ട്. കാരണം രാജസ്ഥാനിൽ സച്ചിൻ പൈലറ്റ് ഇലക്ഷൻ നയിക്കുന്നു, അശോക് ഗെഹ്ലോട്ട് മുഖ്യമന്ത്രിയാകുന്നു, അങ്ങനെ പലതരത്തിൽ തെലങ്കാനയിൽ രേവന്ത് റെഡ്ഡി വരുന്നു. BJPയിൽ നിന്ന് അടുത്തിടെ കോൺഗ്രസിലേക്ക് എത്തിയ രേവന്ത് റെഡ്ഡിയെ പല മുഖ്യമന്ത്രി ചോയ്സുകളുണ്ടായിട്ടും അവരെയൊക്കെ അവഗണിച്ചുകൊണ്ട് രേവന്ത് റെഡ്ഡിയെ അതിലേക്ക് നിയോഗിക്കുന്നു. അങ്ങനെ പലതരത്തിൽ ആ ഒരു സംസ്ഥാനങ്ങളിലൊക്കെ മധ്യപ്രദേശിൽ അങ്ങനെ ഒരു സാഹചര്യം ഉണ്ടായതിനു ശേഷം മധ്യപ്രദേശിൽ കോൺഗ്രസ് 0 സീറ്റാണ് തൊട്ടടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ നേടിയത്. അങ്ങനെ കടുത്ത പ്രതിസന്ധികളെ നേരിട്ട ചരിത്രമുള്ള കോൺഗ്രസ് എങ്ങനെയാണ് കേരളത്തിലെ രാഷ്ട്രീയത്തിൽ നടക്കുന്ന ഇപ്പോഴത്തെ സംഭവ വികാസങ്ങളെ നേരിടുക, അല്ലെങ്കിൽ അതിനെ അതിജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ ചോദ്യം. ഇപ്പോൾ CPM കണ്ടുകൊണ്ടിരിക്കുന്ന കോൺഗ്രസിനുള്ളിലെ ഇത്തരം തർക്കങ്ങളാണ്. അവരെ സംബന്ധിച്ച് അവർക്ക് തിരിച്ചു വരാനുള്ള സാധ്യതകൾ തുറന്നു കിട്ടുകയാണ്. അങ്ങനെ വരുമ്പോൾ ആ ഒരു 102 സീറ്റിൻ്റെ ആ ഒരു തിളക്കം തന്നെ മങ്ങുന്ന രീതിയിലാണ് ഇപ്പോൾ മുഖ്യമന്ത്രി ചർച്ചകൾ വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യം. എന്തായാലും ഈ ഒരു MLA-മാരുടെ പിന്തുണ തീർച്ചയായിട്ടും നിർണായകമാണ്. അതുപോലെ തന്നെ മുതിർന്ന നേതാക്കൾ VM സുധീരൻ VD സതീശനെയാണ് പിന്തുണയ്ക്കുന്നതെന്ന് അറിയുന്നു. അതേസമയം AK ആന്റണി രമേശ് ചെന്നിത്തലയാണ് പിന്തുണയ്ക്കുന്നതെന്ന് അറിയുന്നു. അങ്ങനെ പല കോണുകളിൽ നിന്ന് അഭിപ്രായം ഉയരുമ്പോൾ എന്തായാലും ഞായറാഴ്ച മുഖ്യമന്ത്രിയെ സംബന്ധിച്ച് ഔദ്യോഗികമായ പ്രഖ്യാപനം ഉണ്ടാകുമ്പോൾ KC വേണുഗോപാലിന് 2 കടമ്പകളാണ്. 2019 അദ്ദേഹം രാജസ്ഥാനിൽ നിന്ന് രാജ്യസഭയിലേക്ക് എത്തുമ്പോൾ അദ്ദേഹം പിന്നീട് 2019 ലോക്സഭയിലേക്ക് 2024 ലോക്സഭയിലേക്ക് മത്സരിക്കാൻ തിരിച്ചെത്തുമ്പോൾ ആ ഒരു രാജ്യസഭാ സീറ്റ് പിടിച്ചെടുത്തത് BJP ആണ്. അതുപോലെ തന്നെ 2024 അദ്ദേഹം മത്സരിക്കുമ്പോൾ ആലപ്പുഴ ലോക്സഭാ സീറ്റിൽ കടുത്ത മത്സരമാണ് ശോഭാ സുരേന്ദ്രൻ അവിടെ കാഴ്ചവെച്ചത്. കാരണം അതിന് മുൻപത്തെ 2019 തെരഞ്ഞെടുപ്പിൽ അതിന് മുൻപത്തെ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ അവിടെ മത്സരിച്ച KS രാധാകൃഷ്ണൻ 1,88,000 വോട്ടുകൾ മാത്രമാണ് അവിടെ നേടാൻ സാധിച്ചത്. പക്ഷേ 2024 എത്തിയപ്പോൾ ശോഭാ സുരേന്ദ്രൻ 2,90,000 വോട്ടുകളിലേക്ക് ആ ഒരു മത്സരം കൊണ്ടുവന്നു. അതായത് ആലപ്പുഴയ്ക്ക് BJP അത്ര അപ്രാപ്യമല്ല എന്നുള്ളൊരു സൂചന കൂടി അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെ KC വേണുഗോപാൽ രാജിവെച്ച് അവിടെ ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നാൽ തീർച്ചയായിട്ടും അത് BJPക്ക് ലോക്സഭയിലേക്ക് ഒരു സീറ്റിലേക്ക് വഴി തുറക്കുമെന്നൊരു അഭ്യൂഹങ്ങൾ, അല്ലെങ്കിൽ അത് അന്തരീക്ഷത്തിലുണ്ട്. അതോടൊപ്പം തന്നെ അദ്ദേഹം മത്സരിക്കുന്ന നിയമസഭാ സീറ്റ്, അങ്ങനെ മുഖ്യമന്ത്രി ആയാൽ തീർച്ചയായിട്ടും ഒരു നിയമസഭാ സീറ്റിലൂടെ അദ്ദേഹത്തിന് ജയിച്ച് കയറേണ്ടി വരും. അങ്ങനെ വന്നാൽ ഇരിക്കൂർ സജീവ് ജോസഫ് എന്ന് പറയുന്ന KCയുടെ ഏറ്റവും വിശ്വസ്തനാണ്. കാരണം ഏകദേശം 40 വർഷത്തോളം KC ജോസഫ് മത്സരിച്ച് വിജയിച്ച മണ്ഡലം, A ഗ്രൂപ്പിൻ്റെ അവസാന പ്രതീക്ഷയായിരുന്ന മണ്ഡലത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ടാണ് KC വേണുഗോപാലിൻ്റെ ഏറ്റവും വിശ്വസ്തനായ സജീവ് ജോസഫ് ഡൽഹിയിൽ നിന്നൊരു പെട്ടിയുമായിട്ട് വന്നിറങ്ങുന്നത്. ഏകദേശം വെള്ളിമൂങ്ങ എന്ന് പറയുന്ന സിനിമയിലെ പോലെ തന്നെ ഡൽഹിയിൽ നിന്ന് നേരിട്ട് വന്നിറങ്ങി ഇരിക്കൂറിൻ്റെ രാഷ്ട്രീയത്തിൽ കഴിഞ്ഞ പ്രാവശ്യം ജയിച്ചു, കഴിഞ്ഞ ടൈമിൽ ജയിച്ചു. ഇത്തവണയും സജീവ് ജോസഫാണ് ജയിച്ചത്. അതേസമയം തന്നെ അപ്രതീക്ഷിതമായിട്ട് ആലപ്പുഴയിൽ AD തോമസ് എന്ന് പറയുന്ന യുവ നേതാവ് ജയിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോൾ KCക്ക് 2 സാധ്യതകളാണ്, ഇരിക്കൂർ അല്ലെങ്കിൽ ആലപ്പുഴ. ഈ ആലപ്പുഴയിൽ KC വന്നാൽ ഒഴിഞ്ഞു കൊടുക്കുമോ എന്ന മാധ്യമപ്രവർത്തകരുടെ ചോദ്യത്തിന് നേതൃത്വമാണ് തന്നെ ഈ നിലയിൽ എത്തിച്ചത്. നേതൃത്വം പറഞ്ഞാൽ ആ ഒരു തീരുമാനത്തോട് യോജിക്കും എന്നായിരുന്നു AD തോമസിൻ്റെയും നിലപാട്. അപ്പോൾ ഏതായാലും KC വന്നാൽ ഇത്തരമൊരു 2 ഉപതെരഞ്ഞെടുപ്പായിരിക്കും കേരളത്തിൽ ഉണ്ടാവുക. അങ്ങനെ വന്നാൽ അതിൽ BJP വലിയ മുന്നേറ്റം അല്ലെങ്കിൽ ഒരു ഇമ്പാക്റ്റ് ഏതെങ്കിലും തെരഞ്ഞെടുപ്പിൽ ഉണ്ടാക്കിയാൽ KC വേണുഗോപാലിന് ഇപ്പോൾ നേരിടേണ്ടി വരുന്ന വിമർശനങ്ങളെക്കാൾ ഏറെ ആ ഒരു സമയത്ത് എന്തായാലും അദ്ദേഹത്തിന് നേരിടേണ്ടി വരുമെന്നുള്ള കാര്യത്തിൽ സംശയമില്ല.